നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാക്കശ്ശേരി സ്വദേശി ലിജിൻ. 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. ഈഴവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത കൂടുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണി പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഗുരുവായൂർ ക്ഷേത്രോത്സവം. ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പ്രസാദ ഊട്ടിൽ ആദ്യ ദിനം പങ്കെടുത്തത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ വീട്ടിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. പാവറട്ടി മുല്ലശ്ശേരിയിൽ ആയുർവേദ മരുന്ന് ഫാർമസി നടത്തുന്ന കാക്കശ്ശേരി സ്വദേശി പാമ്പുങ്ങൽ വീട്ടിൽ ലിജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി ഏഴാംകല്ല് വെസ്റ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി ശേഖരം പിടികൂടിയത്. വീട് കയറി ആക്രമണം നടത്തിയ കേസിലും തട്ടിപ്പ് കേസിലും പ്രതിയാണ് പിടിയിലായ ലിജിൻ. ഈഴവർ ന്യൂനപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിൽ ഉള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണി പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പിന്നിട്ടതിന്റെയും രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചതിന്റെയും ഭാഗമായി SNDP മണ്ണുത്തി യൂണിയൻ പുത്തൂർ പുഴയോരം കൺവെൻഷൻ സെന്ററിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈഴവൻ മാത്രം ജാതി പറയരുത്, മറ്റുള്ളവർക്കെല്ലാം പറയാം. ഈഴവർ ഉയർന്നു വരുന്നത് കണ്ടാൽ അവരെ ജാതി പറഞ്ഞ് വ്യക്തിഹത്യ നടത്താൻ സംഘടിത ശ്രമമാണ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി R. ശങ്കർ, VS അച്യുതാനന്ദൻ എന്നിവരും KR ഗൗരിയമ്മയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഇതിന്റെ ഇരകളാണ്. ജാതി വിവേചനം ഉയർന്നതോടെയാണ് SNDP യോഗം രൂപം കൊണ്ടത്. രാഷ്ട്രീയം മറന്ന് അച്ചടക്കത്തോടെ വളരാൻ ഈഴവ സമൂഹത്തിന് സാധിക്കണം. സംവരണം പോലും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചരിത്രത്തെ വളച്ചൊടിച്ചാണ് പലരും മുന്നോട്ട് പോകുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സ്വീകരണ സമ്മേളനം മന്ത്രി K. രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് EK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി ബ്രുഹുണൻ മനക്കലാത്ത്, സുന്ദരൻ കുന്നത്തുള്ളി, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ബീന തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ദിക്കുകുടികൾ സ്ഥാപിച്ചതോടെയാണ് വിശേഷാൽ മേളങ്ങൾക്ക് തുടക്കമായത്. തന്ത്രി ചേന്ന സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 4 ഇല്ലങ്ങളിൽ നിന്നുള്ള ഓദിക്കന്മാർ ചേർന്നാണ് ക്ഷേത്രത്തിന്റെ 8 ദിക്കുകളിലുമായി കൊടികൾ സ്ഥാപിച്ചത്. ദിക്കുകൊടികൾ ഉയർന്നതോടെ സ്വർണ്ണ കൊടിമര ചുവട്ടിൽ പഞ്ചാരിമേളത്തിന് കോലമർന്നു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള 50ഓളം കലാകാരന്മാരുടെ മേളവിസ്മയം ആസ്വാദകരിൽ ആവേശത്തിന്റെ താളവട്ടം തീർത്തു. ലക്ഷണമൊത്ത കൊമ്പൻ ദാമോദർദാസ് കോലമേറ്റി. പട്ടുക്കുട, കൊടിക്കൂറ, തഴ, സൂര്യമറ എന്നിവയുടെ അകമ്പടിയോടെ രാജകീയ പ്രൗഢിയോടെയാണ് കണ്ണൻ എഴുന്നള്ളിയത്. ശ്രീഭൂതബലിക്ക് ആനയോട്ടത്തിലെ ജേതാവ് രവി കൃഷ്ണ തിടമ്പെഴുന്നള്ളിച്ചു. ക്ഷേത്രം കൂത്തമ്പലത്തിൽ അരങ്ങേറാറുള്ള ചാക്യാർ കൂത്തിനും പാഠകത്തിനും തുടക്കമായി. ഭക്തർക്ക് ദർശന സായുജ്യമായി ഗുരുവായൂരപ്പൻ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഭഗവാൻ പഴുക്കാമണ്ഡപത്തിലാണ് എഴുന്നള്ളുന്നത്. പന്തീരടി പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് സമീപവും രാത്രി വടക്കേ നടയിലുമാണ് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് മണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നത്. സ്വർണത്തിൽ ശ്രീകോവിലിന്റെ മാതൃകയിൽ തീർത്ത പഴുക്കാമണ്ഡപത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച് വീരാളിപ്പട്ടിൽ ഭഗവത് തിടമ്പ് എഴുന്നള്ളിക്കും. ചുറ്റുഭാഗത്തുമായി 12 വെള്ളി കുത്തുവിളക്കുകളും സാമ്പ്രാണിയും അഷ്ടഗന്ധവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങളും നിരത്തും. മുന്നിൽ നിറഞ്ഞു കത്തുന്ന ദീപസ്തംഭവും ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച പ്രസാദ ഊട്ടിൽ ആദ്യ ദിനം പങ്കെടുത്തത് ആയിരങ്ങൾ. ഉത്സവത്തിന്റെ 2ാം വിളക്ക് മുതലാണ് പ്രസാദൂട്ട് ആരംഭിക്കുന്നത്. തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. 20,000-ലധികം ഭക്തരാണ് ആദ്യ ദിനത്തിലെ പ്രസാദൂട്ടിൽ പങ്കെടുത്തത്. ഇതിനു പുറമെ 2 നേരങ്ങളിലായി 1,00,000-ഓളം കുടുംബങ്ങൾക്ക് ഉത്സവ പകർച്ചയും നൽകി.
ഒരേ സമയം 1200ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. രാവിലെ തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂരപ്പന്റെ ചിത്രത്തിനു മുന്നിൽ ഇലയിട്ട പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വിഭവങ്ങൾ വിളമ്പിയതോടെയാണ് പ്രസാദൂട്ട് ആരംഭിച്ചത്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥ്, മനോജ് B നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 2 മണിക്ക് വരി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും തിരക്ക് കണക്കിലെടുത്ത് 3 മണിവരെ പ്രസാദൂട്ട് നൽകി. 18 പന്തികളിലായി 21,600 പേരാണ് പ്രസാദൂട്ടിൽ പങ്കാളികളായത്. രാവിലെ കഞ്ഞി, മുതിരപ്പുഴുക്ക്, പപ്പടം എന്നിവയും ഉച്ചയ്ക്ക് ചോറ്, കാളൻ, ഓലൻ, ഉപ്പിലിട്ടത്, പപ്പടം എന്നിവയുമാണ് വിഭവങ്ങൾ. ആറാട്ട് ദിവസമായ 9 വരെ പ്രസാദൂട്ട് തുടരും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ പുഷ്പോത്സവം തുടരുന്നു. ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നടൻ TG രവി നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V അനൂപ്, ഷാനി റജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പഫല സസ്യ പ്രദർശനം, സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് എന്നിവയും വിവിധ കലാപരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. കൊടിയേറ്റത്തിന് ശേഷം മേജർ സെറ്റ് കഥകളിയോടെയാണ് കലാപരിപാടികൾ ആരംഭിച്ചത്. 5 വേദികളിലായാണ് കലാപരിപാടികൾ നടക്കുന്നത്. ക്ഷേത്രക്കുളത്തിന് സമീപം 2 വേദികളിലായി തിരുവാതിരക്കളിയാണ് നടക്കുന്നത്. 1000-ലധികം അംഗങ്ങളാണ് 7 ദിവസങ്ങളിലായി കണ്ണന് മുന്നിൽ നൃത്താർച്ചന നടത്തുന്നത്. കലാപരിപാടികൾ 8ാം വിളക്ക് ദിവസമായ ഈ മാസം 7-ന് സമാപിക്കും. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂരിൽ നിന്നും കാസർഗോഡ് ജില്ലയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് യാത്രയയപ്പ് നൽകി. തൃശൂർ മാരത്തോൺ ക്ലബിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടത്തിയ സ്നേഹാദരവിൽ ക്യാൻസറിനെ അതിജീവിച്ച് ക്രച്ചസിൽ മാരത്തോണിൽ പങ്കെടുത്ത അരിമ്പൂർ സ്വദേശി EC വിനോദ് കളക്ടറെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ചടങ്ങിൽ പങ്കെടുത്തവരെയും കണ്ണീരണിയിച്ചു. നിങ്ങളെല്ലാരും കൂടി സാറിന് സന്തോഷമായിട്ട് പറഞ്ഞുകൂടെ, കരയിക്കരുത് കേട്ടോ പ്ലീസ്. കാട്ടൂർ SNDP ക്ഷേത്രത്തിലെ കാവടി ആഘോഷത്തിനിടെ 2 യുവാക്കൾക്ക് കുത്തേറ്റ കേസിൽ 2 പ്രതികൾ പിടിയിൽ. എടത്തുരുത്തി ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് സ്വദേശി മുരുക്കംതറ വീട്ടിൽ അനു, കിഴുപ്പള്ളിക്കര അഴിമാവ് സ്വദേശി ഒറ്റാലി വീട്ടിൽ ജിഷ്ണു എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇറാനിലെ ഇസ്രായേൽ US ആക്രമണത്തിനെതിരെ വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ട്രഷറർ PA ഷഹീദ്, MN സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു.
ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPI വെങ്കിടങ്ങിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവന്തല സെന്ററിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ബെന്നി ആന്റണി പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോൺസൺ CP അധ്യക്ഷത വഹിച്ചു. CT ആന്റണി, TK ബാലകൃഷ്ണൻ, MK പ്രദീപ്, CS രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാവായിരുന്ന AL സെബാസ്റ്റ്യൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. സംസ്ഥാന മുന്നോക്ക EBC കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് CT ബാബു അധ്യക്ഷത വഹിച്ചു. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, സംസ്ഥാന കമ്മിറ്റി അംഗം KJ മെജോ, ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ EP ഡേവിസ്, വാർഡ് മെമ്പർ ബിന്ദു സാംസൺ, PJ പോൾ, സാംസൺ ചിരിയങ്കണ്ടത്ത്, പീറ്റർ പാവറട്ടി, VV സേവ്യർ, ജോസഫ് വടക്കൻ, ജോർജ് കൂനമൂച്ചി, VV ജോർജ്, CT രാജു, ബാബു മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. പുത്തൂർ വെള്ളക്കാരിത്തടം ആനക്കുഴി പ്രദേശങ്ങളിലെ കാട്ടാനശല്യം പരിഹരിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി അധ്യക്ഷത വഹിച്ചു. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ M ഷാജഹാൻ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ശ്രീനിവാസൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വന്യജീവി ശല്യം കുറയ്ക്കുന്നതിന് വനാതിർത്തിയോട് ചേർന്ന് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും മേഖലയിൽ RRT സേവനം ശക്തിപ്പെടുത്തുമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ M ഷാജഹാൻ യോഗത്തിൽ അറിയിച്ചു. ആറാട്ടുപുഴ ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴെല്ലാം അകമ്പടിയായുള്ള തിരുവായുധം അവകാശികളായ ആറാട്ടുപുഴ കളരിക്കൽ കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുവാങ്ങി. ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് മനോജ് മംഗലത്ത്, വൈസ് പ്രസിഡന്റ് K മുരളീധരൻ എന്നിവരിൽ നിന്നും കളരിക്കൽ കുടുംബാംഗങ്ങളായ ഗോവിന്ദൻ, ദാമോദരൻ, ജയപ്രകാശൻ എന്നിവർ ചേർന്നാണ് തിരുവായുധം ഏറ്റുവാങ്ങിയത്. നവീകരിച്ച തിരുവായുധം ഈ മാസം 24-ന് കൊടിയേറ്റ ദിവസം രാത്രി 9-ന് ഗോപുരത്തിന് മുൻവശത്ത് ആൽത്തറയ്ക്ക് സമീപം കളരിക്കൽ കുടുംബാംഗങ്ങൾ നിറപറയോടൊപ്പം ശാസ്താവിന് സമർപ്പിക്കും. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി P മനോജ്, ജോയിന്റ് സെക്രട്ടറി സജീവ് കിയത്ത്, ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ഓഡിറ്റർ ദിലീപ് കുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എളവള്ളി പഞ്ചായത്തിലെ മൊടാട്ടുകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. മുരളി പെരുന്നെല്ലി MLA മൊടാട്ടുകുന്ന് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ, വാർഡംഗം സനൽ കുന്നത്തുള്ളി, ആസൂത്രണ സമിതി അംഗം PA ഷൈൻ, VA പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് VM ജോണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നൽകിയ വാക്ക് പാലിച്ചു. ഉർവശി അമ്മയ്ക്ക് ഇനി മഴയും മഞ്ഞുമേൽക്കാതെ അന്തിയുറങ്ങാം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ പറമ്പ് വാർഡിൽ മേൽക്കൂരയില്ലാത്ത 4 ചുവരുകൾക്ക് കീഴിലാണ് ഉർവശി എന്ന വയോധിക കഴിഞ്ഞു പോന്നിരുന്നത്. രാത്രികാലങ്ങളിൽ സമീപ പ്രദേശത്തെ വീടുകളുടെ വരാന്തയായിരുന്നു ഇവർക്ക് അഭയം. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഇവർക്ക് സൗകര്യമുണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് വോട്ട് തേടിയെത്തിയ UDF സ്ഥാനാർത്ഥി VM ജോണി താൻ വിജയിച്ചാൽ ഉർവശിക്ക് ചെറുതെങ്കിലും അടച്ചുറപ്പുള്ള വീടൊരുക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. വാർഡ് കൗൺസിലറായുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞ് VM ജോണി ആദ്യം ഏറ്റെടുത്തത് ഉർവശിക്ക് വീടൊരുക്കൽ എന്ന യജ്ഞമാണ്. തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീട് ഉർവശിക്കായി VM ജോണി തയ്യാറാക്കി. ഒറ്റപ്പെടലിന്റെയും സുരക്ഷിതത്വമില്ലായ്മയുടെയും ഇരുളിൽ കഴിഞ്ഞിരുന്ന വയോധികയ്ക്ക് മുന്നിൽ കരുതലിന്റെ കരം നീട്ടിയ ജനപ്രതിനിധിയും സുഹൃത്തുക്കളും സന്മനസ്സിന്റെ അടയാളമായി മാറുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിന് സമീപം വന്നിരുന്നു. അന്നാണ് ഉർവശി ചേച്ചിയുടെ അവസ്ഥ എന്ന് മനസ്സിലായത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ചേച്ചിക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഒരു അടച്ചുറപ്പുള്ളൊരു വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ജയിച്ച് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് നല്ലവരായ കുറച്ച് പേരെല്ലാം സഹായിച്ചു. ഇന്നിതാ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ചേച്ചിക്ക്, ഉർവശി ചേച്ചിക്ക് അങ്ങനെ ഭവനം പൂർത്തീകരിച്ചിരിക്കുക. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
എറിയാട് പഞ്ചായത്തിലെ ആറാട്ടുവഴി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാബി ഉമർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. തൃണമൂൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള പ്രിൻസസ് മത്സരത്തിൽ വിന്നറായ റിറ്റ മാക്സൽ മേരിയെയും മിസിസ് കേരള മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പായ ഡോക്ടർ സനിത ഋഷിനെയും ആദരിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക ഉദ്ഘാടനം ചെയ്തു. തൃണമൂൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്യാംരാജ് അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. തൃണമൂൽ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് തച്ചമ്പിള്ളി, ജില്ലാ ട്രഷറർ ആദം VM, VS നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് വൃക്കരോഗം. നാട്ടുകാരുടെ സഹായത്തോടെ ഒരാളുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി. മറ്റൊരാൾക്ക് വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നാട്. ശ്രീനാരായണപുരം കട്ടൻ ബസാർ കോനക്കാട്ടുപറമ്പിൽ ഷിഹാബാണ് ചികിത്സാ സഹായം തേടുന്നത്. ഷിഹാബിന്റെ ചികിത്സയ്ക്കുള്ള ധനശേഖരണാർത്ഥം സഹായ സമിതി രൂപീകരിച്ചു. ET ടൈസൺ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രകാശിനി അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വേണു തച്ചുംപുറത്ത്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 12ാം വയസ്സിൽ 1 മണിക്കൂർ നിർത്താതെ കുച്ചിപ്പുടി അവതരിപ്പിച്ച് M അർച്ചന നേടിയെടുത്തത് നൃത്തരംഗത്തെ ചരിത്ര നേട്ടം. മധ്യപ്രദേശിൽ നടന്ന ലണ്ടൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യൻ എഡിഷനിലാണ് അർച്ചന ഇടം നേടിയത്. ചെറുതുരുത്തി കാട്ടിൻമന റോഡിൽ ശ്രീദുർഗ ഹൌസിൽ നിഷയുടെ മകളായ അർച്ചന 1 മണിക്കൂറിൽ നിർത്താതെ കുച്ചിപ്പുടിയിലെ 6 ഇനങ്ങളാണ് അവതരിപ്പിച്ചത്. മയൂരി നൃത്തവിദ്യാലയത്തിൽ കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിന്റെ നേതൃത്വത്തിൽ 9 വർഷമായി അർച്ചന നൃത്തം അഭ്യസിക്കുന്നു. ഷൊർണൂർ സെന്റ് തെരേസാസ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അർച്ചന. മാള പഞ്ചായത്ത് വികസന സെമിനാർ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോഷി കാഞ്ഞൂത്തറ, ജിജി ജോയ്, മാതിരപ്പള്ളി TK ജിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു റപ്പായി, സിന്ധു അശോക്, ഡെൻസി ഡെൻപോൾ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ ചെസ് ടൂർണമെന്റ് അടാട്ട് ഭാരതീയ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുൻ DYSP KK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PV സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ KV മനോജ്, KM ഹരി, വൈസ് പ്രിൻസിപ്പാൾമാരായ രശ്മി മേനോൻ, T മിനി തുടങ്ങിയവർ സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ KG പ്രേംസിംഗ് സമ്മാനദാനം നിർവഹിച്ചു. ചിനക്കത്തൂർ പൂരത്തിന്റെ സുപ്രധാന ചടങ്ങായ കാളകളിക്കുള്ള കാളകളെ ഒരുക്കുന്ന തിരക്കിലാണ് തിരുവില്വാമല കാക്കാക്കുണ്ട് പ്രദേശവാസികൾ. മന്തത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് കാളയെ ഒരുക്കുന്നത്. പ്രദേശവാസിയായ ചെല്ലിയാണ് വർഷങ്ങളായി കാളയെ നിർമ്മിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകനായ തങ്കപ്പൻ ചുമതല ഏറ്റെടുത്തു. ഉണങ്ങിയ വാഴയിലയും വൈക്കോലും ഉപയോഗിച്ചാണ് കാളയെ നിർമ്മിക്കുന്നത്. തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതിയും ചിനക്കത്തൂർ ഭഗവതിയും തമ്മിലുള്ള ഐക്യത്തിന്റെ ഭാഗമായാണ് തിരുവില്ലാമലയിൽ നിന്നും ഒറ്റപ്പാലം തെക്കുമംഗലം ദേശത്തിന്റെ ദേശക്കാള പങ്കെടുക്കുന്നത്. പൂരദിവസം പ്രദേശത്തെ വീടുകളിൽ കാളകളി കഴിഞ്ഞ ശേഷം കാളയെയും ചുമലിലേറ്റി കാൽനടയായി ചിനക്കത്തൂർ കാവിലേക്ക് തിരിക്കും. പുരുഷന്മാർ കാളയെ എടുക്കുമ്പോൾ സ്ത്രീകൾ അലങ്കരിച്ച ഓലക്കുടകൾ എടുക്കും.
കാള കയറിയില്ലെങ്കിലും വീടുകളിലേക്ക് കുടകൾ കയറണമെന്നാണ് ഐതിഹ്യം. ചിനക്കത്തൂർ പൂരം അവസാനിപ്പിക്കുന്നതും കാളകളിയോടെയാണ്. TCV ന്യൂസ്, ചേലക്കര. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാര കടപ്പുറത്ത് കടൽപന്നിയുടെ ജഡം കരയ്ക്കടഞ്ഞു. തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും വർഗത്തിൽപ്പെട്ട സസ്തനിയാണ് കടൽപന്നി. കറുത്ത നിറത്തിലുള്ള ശരീരവും ഉരുണ്ട മുഖവുമാണ് ഇവയ്ക്ക്. ചാലക്കുടി പോട്ടയിൽ കുളം ശുചീകരിക്കുന്നതിനിടെ 12 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. യൂത്ത് കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയും കൗൺസിലർമാരും സംയുക്തമായി നടത്തിയ കുളം വൃത്തിയാക്കൽ ശ്രമദാനത്തിനിടെയാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി വനംവകുപ്പ് റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 7ാം പൂജ നടന്നു. ക്ഷേത്രത്തിന്റെ വടക്കും വാതിലിൽ ക്ഷേത്രപാലകന്റെ ക്ഷേത്രത്തിന് മുൻപിലാണ് 7ാം പൂജ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം കോമരം വേലൂർ ശ്രീനിവാസൻ ചടങ്ങുകൾക്ക് കാർമ്മികനായി. തുടർന്ന് കോമരം കെട്ടിയാടി ഭക്തജനങ്ങൾക്ക് കൽപ്പന നൽകിയതോടെയാണ് 7ാം പൂജയ്ക്ക് സമാപനമായത്. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തൊട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറ്റത്തറ മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജി സോമൻ, VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കിഫ്ബിയിലൂടെ 5.3 കോടി രൂപ ചെലവഴിച്ചാണ് മുട്ടിക്കൽ ചിറ പുനർനിർമ്മിക്കുന്നത്. CPM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗം ഷിഹാബുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചു. തിരുനെല്ലൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തിയതിനെ തുടർന്ന് പുഷ്പാർച്ചന നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. AK ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PA രമേശൻ, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, PG സുബിദാസ്, ഗീതാ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം പ്രഭാഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം ജില്ലാ സേവാ പ്രമുഖ് M സുധീർ, അനിൽ അദിയാരത്ത്, CM സദാശിവൻ, സജീവ് കമ്മത്ത് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള അനൂപ് പുതിയടത്ത്, മാള അനിൽ മാള, ഡോക്ടർ TA വിജയൻ, NR വെങ്കിടേശ്വര വാദ്യാർ, അവന്തിക N ഷേണായി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് ശാന്തിഗ്രാമം വികസന പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ 11ാം വാർഡ് മെമ്പർ ശ്രീദേവി ഡേവിസിന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. മുരളി പെരുന്നെല്ലി MLA ജനസേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ജനസേവന കേന്ദ്രത്തിൽ ജനകീയ വായനശാല പ്രവർത്തിക്കും. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ, വാർഡ് മെമ്പർ ശ്രീദേവി ഡേവിസ്, ജനപ്രതിനിധികളായ KV ഷിജു, MR രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പീലാർമുഴി സ്വദേശി തെക്കൂടൻ സുബ്രന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്ന തുകയിൽ ബാക്കി 5 ലക്ഷം രൂപ എത്രയും വേഗം അനുവദിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. PO വർഗീസ്, ഓമന പോട്ടോക്കാരൻ, കൊച്ചുറാണി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. മൂന്ന് പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷനായ വോക്ക് സ്ട്രീറ്റ് തൃശൂർ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ച ആഗോള രുചികളുടെ പുതിയ കേന്ദ്രമായ വോക്ക് സ്ട്രീറ്റ് ദി ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷന്റെ ഉദ്ഘാടനം വോക്ക് സ്ട്രീറ്റ് മാനേജിംഗ് പാർട്ണർ PM അമീർ, പാർട്ണർമാരായ OV ഷാബു,
R.A. ഹാഷിം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എഴുത്തുകാരുമായ ശരത് കൃഷ്ണ, ഗീതമ്മ, മറ്റ് വ്യവസായ പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ നഗരഹൃദയത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയും മനോഹരമായ ഇന്റീരിയർ ഡിസൈനുകളോടെയും പച്ചപ്പിന്റെ ആംബിയൻസും മിസ്റ്റും നിറഞ്ഞ സുഖശീതളമായ അന്തരീക്ഷത്തിൽ ഏഷ്യൻ, കോണ്ടിനെന്റൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിഭവങ്ങൾ ഒരു കുടക്കീഴിലിരുന്ന് ആസ്വദിക്കാൻ കഴിയും. കുടുംബസംഗമങ്ങൾക്കും സൗഹൃദ വിരുന്നുകൾക്കും അനുയോജ്യമായ ആഗോള ഭക്ഷ്യ സംസ്കാരത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോഞ്ച്, ലോഫ്റ്റ്, ലൈവ് എന്നീ 3 സ്പേസുകളാക്കി തിരിച്ചിട്ടുള്ള വാക്ക് സ്ട്രീറ്റിൽ 300 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ടെറസ് റെസ്റ്റോറന്റും ഏറെ ആകർഷകമാണ്. ഉപഭോക്താക്കൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നല്ല ആംബിയൻസും അൾട്രാ മോഡേൺ ഹൈജീനുമാണ് വാക്ക് സ്ട്രീറ്റിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയെന്നും രാത്രി 2 മണിവരെ തുറന്നു പ്രവർത്തിക്കുമെന്നും സാരഥികളായ OV ഷാബു, PM അമീർ, ഹാഷിം എന്നിവർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഹൈജീൻ സൈഡിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അൾട്രാ മോഡൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചണും അതേപോലെ ഡെഡിക്കേറ്റഡ് ഫ്രീസർ റൂമൊക്കെ മീറ്റ് ചെയ്യുന്നത് സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ്, ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. കേരളത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫുഡ് സീറ്റിംഗ് ഒരു 300 സീറ്റിംഗ് ഓൾമോസ്റ്റ് ഇതിലുണ്ട് ഈ റെസ്റ്റോറൻറ്റ്. ഗ്ലോബൽ ഫുഡായിട്ട് സംഭവം തൃശ്ശൂർ ഫസ്റ്റ്, കേരളത്തിൽ ഫസ്റ്റ് തൃശ്ശൂരാണ്. ഏത് ഗസ്റ്റും വന്നിട്ട് ഏത് സമയത്തും കിച്ചണിൽ കയറാവുന്ന ആ ഒരു രീതിയിൽ ഞങ്ങൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ള ഉച്ചരി സെക്ഷൻ ആയാലും കോൾ റൂം ആയാലും എപ്പിസോഡ് കിച്ചൺ അത്ര ഹൈജീനിക്കലി നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തൃശ്ശൂർ ജനങ്ങളെല്ലാം സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9207 22 11 11 9207 33 11 11. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,865 രൂപ, പവന് 1,26,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാക്കശ്ശേരി സ്വദേശി ലിജിൻ. 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. ഈഴവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത കൂടുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണി പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഗുരുവായൂർ ക്ഷേത്രോത്സവം. ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പ്രസാദ ഊട്ടിൽ ആദ്യ ദിനം പങ്കെടുത്തത് ആയിരങ്ങൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.